നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് സീതാംകുളയിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ കൈഞ്ഞരമ്പ് മുറിച്ചത് ആശങ്കയുയർത്തി. കാസർഗോഡ് ടാറ്റ ആശുപത്രിയുടെ സ്ഥാനത്ത് ഒരു വർഷത്തിനകം 50 കിടക്കകളുള്ള അതിതീവ്ര പരിചരണ ആശുപത്രി ആരംഭിക്കും. നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന്. NA സുലൈമാൻ ഓർമ്മയായി ഒരു വർഷം പിന്നിടുന്നു. കാസർഗോഡ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രഥമ NA സുലൈമാൻ പുരസ്കാരം മിന്നുമണിക്ക് സമർപ്പിച്ചു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലകളിൽ സംഘപരിവാർ നോമിനികളെ നിയമിക്കാൻ ഗവർണർ നീക്കമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിപണി കണ്ടെത്താനാകുന്നില്ല. ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന പനത്തടി പഞ്ചായത്തിലെ കുടുംബശ്രീ സംരംഭകർ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് സീതാംകുളിയിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. സീതാംകുളി സ്വദേശി വിനോദാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കയറി പരാക്രമം കാണിച്ചത്. പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ബലമായി കീഴ്പ്പെടുത്തുന്നതിനിടെ ഇയാൾ കൈഞ്ഞരമ്പ് മുറിച്ചത് ആശങ്കയുയർത്തി. ഉച്ചയ്ക്ക് 1:30 മണിയോടെയാണ് സീതാംകുളി ടൗണിൽ മദ്യലഹരിയിലെത്തിയ വിനോദ് പരാക്രമം കാണിച്ചത്. സീതാംകുളി സ്വദേശിയായ യുവാവ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കയറി സാധനങ്ങൾ നശിപ്പിച്ചായിരുന്നു പരാക്രമം കാണിച്ചത്. ശല്യം അസഹനീയമായതോടെ വ്യാപാരികളും ഡ്രൈവർമാരും ബദിയടുക്ക പോലീസിൽ വിവരമറിയിച്ചു. ഉടൻ പോലീസ് എത്തുകയും മദ്യലഹരിയിലായിരുന്നതിനാൽ യുവാവിനോട് വീട്ടിൽ പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസിനെയും വകവയ്ക്കാതെ പരാക്രമം തുടർന്നതോടെ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുവാൻ ഒരുങ്ങി. ഇതിനിടെ കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് യുവാവ് കൈഞ്ഞരമ്പ് മുറിക്കുകയും സമീപത്തെ ഹോട്ടലിലേക്ക് പാഞ്ഞു കയറി സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത് പരിഭ്രാന്തി പടർത്തി. ഇതോടെ ബലം പ്രയോഗിച്ച് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ സമാന രീതിയിൽ സീതാംകുളി ടൗണിൽ പ്രശ്നമുണ്ടാക്കിയതായി വ്യാപാരികൾ പറഞ്ഞു. സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ടാറ്റ ആശുപത്രിയുടെ സ്ഥാനത്ത് ഒരു വർഷത്തിനകം 50 കിടക്കകളുള്ള അതിതീവ്ര പരിചരണ ആശുപത്രി ആരംഭിക്കും. ട്രോമ കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ടാകും. ജില്ലാ ആശുപത്രിയുടെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിനായിരിക്കും. ടാറ്റ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ചട്ടഞ്ചാൽ തെക്കിലിലെ റവന്യൂ ഭൂമിയിൽ ആരോഗ്യവകുപ്പിന് ഉപയോഗാനുമതി നൽകി സർക്കാർ ഉത്തരവായതിനു പിന്നാലെയാണ് പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷം മുൻപ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് സ്ഥാപിക്കുവാനുള്ള പ്രഖ്യാപനം വന്നിരുന്നുവെങ്കിലും ആരോഗ്യവകുപ്പിന് സ്ഥലം വിട്ടുകിട്ടാത്തതായിരുന്നു ഇതുവരെയുണ്ടായിരുന്ന തടസ്സം.
ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തിയാണ് ആരോഗ്യവകുപ്പിന് ഭൂമി കൈമാറിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ പ്രകാരം 23.75 കോടിയുടെ പദ്ധതിയാണ് തെക്കിലിൽ വരുന്നത്. 45,000 ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിട സമുച്ചയമായിരിക്കും ആശുപത്രിക്ക് ഒരുക്കുക. 6 കോടി രൂപയുടെ ആശുപത്രി ഉപകരണങ്ങളും ലഭ്യമാകും. ടാറ്റ ആശുപത്രി പ്രവർത്തിച്ചിരുന്ന 50ഓളം ഉരുക്ക് കണ്ടെയ്നറുകൾ നീക്കിയായിരിക്കും പുതിയ കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിക്കുക. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെയാണ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാനും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 2024-25 NHM പദ്ധതിയിൽ ഇവിടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ആശുപത്രി കെട്ടിട നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ CH കുഞ്ഞമ്പു MLA അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. 3 മാസത്തിനകം പദ്ധതിക്ക് ഭരണാനുമതിയും തുടർന്ന് സാങ്കേതികാനുമതിയും ലഭ്യമാക്കി 6 മാസത്തിനകം ആശുപത്രി നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ കോവിഡ് കാലത്ത് ടാറ്റ അനുവദിച്ച കണ്ടെയ്നറുകളിൽ അന്ന് ക്വാറന്റൈൻ ചെയ്യാൻ ഉപയോഗിക്കുകയും ആയിരക്കണക്കിന് കോവിഡ് രോഗികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്ത ഒരു ആശുപത്രി സമുച്ചയമാണിത്. പക്ഷെ കണ്ടെയ്നറുകളായതുകൊണ്ട് പിന്നീട് ആ ആശുപത്രി തുറന്നു കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങുക, ട്രോമ കെയർ ഉൾപ്പെടെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങുക. അതൊരു ഭരണ ചുമതല വേണം. ആ ഭരണ ചുമതല കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ജില്ലാ ആശുപത്രി അവരുടെ നിയന്ത്രണത്തിലാണ്. ജില്ലാ ആശുപത്രിയുടെ ഒരു അനുബന്ധ സ്ഥാപനമായി ഇത് മാറ്റുക. അല്ലാതെ ഇത് നോക്കി നടത്താൻ ആളുണ്ടാവില്ല. അതിന് ഫണ്ടിങ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് PM അഭിയാൻ പദ്ധതിയിൽ നിന്ന് 23.75 കോടി രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിലൊരു 10-40 കണ്ടെയ്നറുകൾ ഇവിടുന്ന് മാറ്റേണ്ടി വരും. ആ കണ്ടെയ്നറുകൾ മാറ്റി തൊട്ടടുത്തടെങ്കിലും മാറ്റി വെക്കുകയും ഈ സ്ഥലത്ത് അതിൻ്റെ മണ്ണ് പരിശോധനയും മറ്റുമെല്ലാം നടത്തിയതിന് ശേഷം ഒരു 3 മാസം കൊണ്ട് ഭരണാനുമതിയും 4 മാസം കൊണ്ട് സാങ്കേതിക അനുമതിയും വാങ്ങി 6 മാസം കൊണ്ട് ടെൻഡർ ചെയ്ത് പ്രവൃത്തിയിലേക്ക് പോകുക എന്നാണ് ഉദ്ദേശം. 3 മാസത്തിനകം പദ്ധതിക്ക് ഭരണാനുമതിയും തുടർന്ന് സാങ്കേതികാനുമതിയും ലഭ്യമാക്കി 6 മാസത്തിനകം ആശുപത്രി നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്യാവസായിക രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന NE സുലൈമാൻ ഓർമ്മയായി 1 വർഷം പിന്നിടുന്നു. കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ യോഗവും പുരസ്കാരദാനവും സംഘടിപ്പിച്ചു. NE സുലൈമാൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ആദ്യ മലയാളി താരവും ഇന്ത്യൻ A ടീം ക്യാപ്റ്റനുമായ മിന്നു മണിക്ക് സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും സംസ്ഥാനത്ത് വിവിധ സ്പോർട്സ് വിങ്ങുകളുടെ അമരക്കാരനും വ്യാവസായിക രാഷ്ട്രീയ മേഖലകളിലുൾപ്പെടെ നിറസാന്നിധ്യവുമായിരുന്ന NE സുലൈമാന്റെ വേർപാടിന് 1 വയസ്സ്. കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ യോഗവും NE സുലൈമാന്റെ സ്മരണാർത്ഥം NE സുലൈമാൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണവും നടത്തി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ആദ്യ മലയാളി താരവും ഇന്ത്യൻ A ടീം ക്യാപ്റ്റനുമായ മിന്നുമണിക്ക് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി P ബിജോയ് പുരസ്കാരം സമർപ്പിച്ചു. കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച NE സുലൈമാന്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ പുരസ്കാരം തൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ കരുത്തു പകരുമെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കവേ മിന്നുമണി പറഞ്ഞു. NE സുലൈമാൻ സർ എന്ന വ്യക്തിത്വം ഈ കാസർഗോഡിനും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായി. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹയായി എന്നെ തിരഞ്ഞെടുത്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. NE നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മിന്നുമണിയും അവരെ പോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് സ്വന്തം പ്രയത്നത്തിലൂടെ ഉയരത്തിലെത്തുവാൻ അവർക്ക് സാധിച്ചു. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ സുലൈമാൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ, അത് സ്വീകരിക്കുവാൻ ഏറ്റവും അർഹതയുള്ളത് മിന്നുമണിക്കാണ് ഒരു ഫൗണ്ടേഷൻ, സുലൈമാന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഇവിടെ സ്ഥാപിതമായിരിക്കുകയാണ്. ഈ ഫൗണ്ടേഷൻ ഇനിയുള്ള വർഷങ്ങളിൽ ഈ ഫൗണ്ടേഷൻ കാസർഗോഡിൻ്റെ വിവിധ മേഖലകളിൽ
കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ വലിയ സംഭാവന നൽകാൻ ഈ ഫൗണ്ടേഷന് സാധിക്കട്ടെ. മാനേജിംഗ് ട്രസ്റ്റി സുനൈസ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. AKM അഷ്റഫ് MLA മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ KM അബ്ദുൽ റഹിമാൻ, കണ്ണൂർ സർവകലാശാല പരീക്ഷാ ബോർഡ് മുൻ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി, നഗരസഭാ കൗൺസിലർ P രമേശൻ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് BK അബ്ദുൽ ഖാദർ, കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P രാജാറാം, കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ദിനേശൻ, MP ഷാഫി ഹാജി, NA സുലൈമാൻ ഫൗണ്ടേഷൻ ഉപദേശക സമിതി അംഗം KM ഹനീഫ്, K ഷുഹൈബ്, ട്രസ്റ്റി സുഫാസ് അബൂബക്കർ, സ്കാനിയ ബദിര എന്നിവർ സംസാരിച്ചു. വേണു കണ്ണൻ വരച്ച NA സുലൈമാന്റെ ഛായാചിത്രം കുടുംബാംഗങ്ങൾക്ക് ചടങ്ങിൽ കൈമാറി. സുലൈമാൻ ഫൗണ്ടേഷൻ ഉപദേശക സമിതി അംഗം TA ഷാഫി സ്വാഗതവും ട്രസ്റ്റി ഡോക്ടർ അബ്ദുൽ അസീസ് അഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് മാണി സി കാപ്പൻ MLA ആവശ്യപ്പെട്ടു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആശയമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ പാർട്ടി കർഷകനും കർഷക തൊഴിലാളിക്കും സാധാരണക്കാരനും ഇടത്തരക്കാരനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയായിരിക്കും. ഇവിടെ വളരെയേറെ കാർഷിക പ്രശ്നങ്ങളുണ്ട്. ആ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ പാർട്ടി മുൻകൈ എടുക്കും. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഷിക വിളകൾക്ക് വിലയില്ല. അതിന് മൂല്യവർധന ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഈ സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ മെയിൻ ലക്ഷ്യം. ആ മൂല്യവർധനയിൽ നിന്നും 25% മുതൽ 40% വരെ കർഷകരിലേക്ക് തിരിച്ചു കിട്ടുന്ന, അവർക്ക് അതുകൂടി ലാഭമായി കിട്ടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നത്. സംസ്ഥാന പ്രസിഡന്റ് സലീം P മാത്യു മുഖ്യാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് രവി കുളങ്ങര അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി സുൽഫിക്കർ മയൂരി പ്രവർത്തനരേഖ അവതരിപ്പിച്ചു. സംഘടനാ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി സാജു M ഫിലിപ്പ് അവതരിപ്പിച്ചു. കടകംപള്ളി സുഗു, പ്രദീപ് കരുണാകരപ്പിള്ള, സിബി തോമസ്, സഹകരണ വിഭാഗം സംസ്ഥാന കൺവീനർ തിരുപ്പുറം ഗോപൻ, എലിയാസ് PP അടിയോടി, മഹിളാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് സുജാലക്ഷ്മി, ലതാ മേനോൻ, രമണി രാജേഷ്, റീന KV, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വിമൽ അടിയോടി സ്വാഗതവും ഗോപാലൻ PV നന്ദിയും പറഞ്ഞു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേരള കേന്ദ്ര സർവകലാശാല പെരിയ യൂണിറ്റ് ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. സർവകലാശാലകളിൽ സംഘപരിവാർ നോമിനികളെ നിയമിക്കാൻ ഗവർണർ നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സർവകലാശാലകളിൽ സംഘപരിവാർ നോമിനികളെ നിയമിക്കാനുള്ള ഗവർണർ നീക്കം നടത്തുകയാണെന്നാരോപിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരള കേന്ദ്ര സർവകലാശാല പെരിയ യൂണിറ്റ് ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് CA യൂസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷിബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കെൻസ, നാദിറ, ഹാദി, ഹാറൂൻ, ഫഹദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എതിർത്തോട്, ബേർക്ക, മാവനക്കട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകളുടെയും ചെർക്കളയിൽ പ്രവർത്തിക്കുന്ന ബിസ്മി ഇസ്ലാമിക് സ്കൂളിന്റെയും സ്പോർട്സ് മീറ്റ് ആവേശ കാഴ്ചയൊരുക്കി. മാവനക്കട്ട അൽബിർ സ്കൂളിൽ സംഘടിപ്പിച്ച സ്പോർട്സ് മീറ്റിൽ വിവിധ ഇനങ്ങളിലായി 100ഓളം കുട്ടികൾ മത്സരിച്ചു. ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ എതിർത്തോട്, ചെർക്കള, ബേർക്ക, ബദിയടുക്ക, മാവനക്കട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകളുടെയും ചെർക്കള ബാലടുക്കയിൽ പ്രവർത്തിക്കുന്ന ബിസ്മി ഇസ്ലാമിക് സ്കൂളിന്റെയും സ്പോർട്സ് മീറ്റ് ഫാസ്റ്റ് റൺ 23 മാവനക്കട്ട പുളിൻ്റടി YMK മെമ്മോറിയൽ അൽബിർ സ്കൂളിൽ നടന്നു. അൽബിർ പാഠ്യപദ്ധതി പ്രകാരം കുരുന്നുകൾ കളിച്ചും കണ്ടും കേട്ടും പഠിക്കുന്നതിനുള്ള അവസരമൊരുക്കിയാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത്. കുരുന്നുകൾ വ്യത്യസ്ത നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞ് അവരുടെ കൊച്ചു മനസ്സിൽ വിജയം ലക്ഷ്യം വെച്ച് മത്സരിച്ചപ്പോൾ കണ്ടു നിന്നവരിലും ആവേശം നിറഞ്ഞു. 4 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ 100ഓളം കുരുന്നുകൾ പങ്കെടുത്തു. വതിയെടുക്ക SIN അൻസാർ സ്പോർട്സ് മീറ്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കാരണം കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമാണ്. നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ വീട്ടിൽ രക്ഷിതാക്കള് മുന്നിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം നിങ്ങൾ അധ്യാപകരെ
വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ കൈകളിലാണ്. അപ്പൊ നിങ്ങളുടെ കൈകളിലാണ് ഈ കുട്ടികളുടെ ഭാവി. ഈ കുട്ടികളെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രശസ്ത വ്യക്തികളാവാൻ നിങ്ങൾ പ്രയത്നിക്കണം. നിങ്ങളിൽ ഓരോരുത്തരുമാണ് ഈ കുട്ടികളുടെ രക്ഷിതാവും അതുപോലെ തന്നെ അധ്യാപകർ. ഇ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. സാധാരണ കുട്ടികൾക്ക് അൽബിറിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിക് സ്കൂൾ എന്ന രീതിയിൽ ചെർക്കളയിൽ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബിസ്മി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന രീതിയിലും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കായികപരമായിട്ട് വളർത്തിയെടുക്കുന്നതാണ്. അൽബിറിന്റെ സിലബസിലുള്ളതാണ്. കണ്ടും കേട്ടും പഠിച്ചും ഒരു ക്ലാസ്സിൽ 2 അധ്യാപികമാർ കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ കലാപരമായും കായികപരമായും എല്ലാ സ്കൂളുകളും അൽബിറിന്റെ സ്കൂളിൽ സ്പോർട്സ് നടക്കേണ്ടതുണ്ട്. നാരമ്പാടി ചെങ്കള ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ലത്തീഫ് നാരമ്പാടി, ഹസൻ നെക്കര, സുഹൈർ അസ്ഹരി പള്ളങ്കോട്, ഹമീദ് അലി മാവിനക്കട്ട, കോർഡിനേറ്റർ ഹാഷിദ് ഹുദവി, ഖലീൽ ആലങ്കോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിപണി കണ്ടെത്താൻ കഴിയാതെ പനത്തടി പഞ്ചായത്തിലെ കുടുംബശ്രീ സംരംഭകർ. ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ കഴിയാതെ പ്രയാസം നേരിടുകയാണ് ഇവർ. 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കുടുംബശ്രീ ലക്ഷ്യം വെക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിൽ നിന്ന് വരുമാന വർധനയിലേക്കാണ്. അടുത്ത 25 കൊല്ലം കൊണ്ട് കേരളത്തെ ഉയർന്ന വരുമാനമുള്ള സമൂഹങ്ങളുടെ നിരയിലേക്ക് എത്തിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത്. എന്നാൽ ജില്ലയുടെ മലയോര മേഖലയിലെ കുടുംബശ്രീ സംരംഭകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. പനത്തടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ മുഖാന്തരം വനിതകൾക്ക് സംരംഭം തുടങ്ങുന്നതിനുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്തവരിൽ മിക്കവരും സംരംഭം തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. എന്നാൽ വത്സലകുമാരി, ശ്രീജ രാജേഷ്, സുബി, മഞ്ജുള, സുലോചന എന്നിവർ ആഗ്രഹത്തെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ടു പോവുകയായിരുന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പനത്തടി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വനിതാ കാർഷികോൽപ്പന്ന സംഭരണ വിപണന കേന്ദ്രത്തിൽ 3 ലക്ഷം രൂപ വായ്പയെടുത്താണ് സംരംഭത്തിന് തുടക്കമിട്ടത്. വെളിച്ചെണ്ണ, മുളകുപൊടി, അച്ചാർപ്പൊടി, ഗരം മസാല, വിവിധ തരം കറി പൗഡറുകൾ, വിവിധ തരം ചിപ്സുകൾ, ഉണ്ണിയപ്പം, അവലോസുണ്ട, അരിയുണ്ട, പക്കാവട, കുഴലപ്പം തുടങ്ങിയവയാണ് ഉൽപ്പന്നങ്ങൾ. മായം കലർത്താതെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംരംഭം തുടങ്ങിയതെന്ന് ഇവർ പറയുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങും മെഷീനറീസും അവരുടെ ആണെങ്കിലും നമുക്ക് ഒരു മാസത്തിൽ കുറച്ച് വാടക അവർക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. പിന്നെ ലോണും കാര്യങ്ങളും എല്ലാം അടഞ്ഞു പോകുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല. കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് വീണ്ടും പിന്നെ ചിലവിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി മാർക്കറ്റിങ്ങിൽ നല്ല രീതിക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഗുണമേന്മയുള്ള ഉൽപ്പന്നം കച്ചവടക്കാരിലേക്ക് എത്തിക്കുമ്പോൾ വില കൂടുതലാണെന്ന് പറഞ്ഞ് വാങ്ങാൻ മടി കാണിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഒരു തവണ വാങ്ങിയവർ പിന്നീട് ചോദിച്ചു വന്ന് വാങ്ങാറുണ്ടെന്നും അത് തങ്ങൾക്ക് ഏറെ സന്തോഷവും സംരംഭം തുടർന്നു കൊണ്ടുപോകാനുള്ള ധൈര്യവുമാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലയിൽ പനത്തടി പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഞങ്ങൾ കുടുംബശ്രീ മുഖാന്തരം സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ ഏകദേശം ഒരു 3-4 ഘട്ടം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ 3-4 വാർഡുകളിലെ ആൾക്കാർ കൂടിയിട്ടാണ് ആദ്യം നമ്മൾ ട്രെയിനിങ്ങിന് പോയത്. ആ ട്രെയിനിങ്ങിൽ 3-ാം ഘട്ടം എത്തിയപ്പോഴും കുറേ ആൾക്കാർ മാറിപ്പോയി. ലാസ്റ്റ് ഞങ്ങൾ 2 വാർഡിൽ നിന്നുള്ള 3 കുടുംബശ്രീയിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്വന്തമായി വാഹനം പോലുമില്ലാത്ത ഇവർക്ക് ദൂരസ്ഥലങ്ങളിലെ കടകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും പ്രയാസമുണ്ട്. ദിനം പ്രതിയുള്ള ചെലവും ഏറെയാണ്. കയ്യിലുണ്ടായിരുന്ന സ്വർണവും മറ്റും പണയം വെച്ചാണ് ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നത്. പ്രവാസികളടക്കം ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും വേണ്ട രീതിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇതിനായി വാഹന സൗകര്യമാണ് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളത്. കുടുംബശ്രീ അംഗങ്ങളുടെയും വാർഡ് മെമ്പർമാരുടെയും സഹകരണത്തോടെ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും തളരാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് 5 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വിപണിയും സംരംഭകർക്ക് വരുമാന ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നതാണ് ഇവരുടെ ആവശ്യം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിൽ മഞ്ചേശ്വരത്ത് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിൽ CPI മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൊസങ്കടി AKG മന്ദിരത്തിന് സമീപം സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള പൊളിറ്റിക്സിന് ഈ നഷ്ടം ഒരിക്കലുമില്ല. കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന കേരള പൊളിറ്റിക്സിന്റെ
ഉത്തുംഗതയുടെ ശിഖരങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ആ മനുഷ്യന്റെ ശൂന്യത നികത്താൻ ഒരു കാലത്തിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നുള്ളത് വർത്തമാനകാല കേരളത്തിന്റെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ സത്യമാണ്. CPI മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ജയറാം വല്ലംകുടൽ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, CPIM ജില്ലാ നിർവാഹക സമിതി അംഗം KR ജയാനന്ദ, BJP മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ആദർശ് BM, JDS നേതാവ് KA ഖാദർ, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുവപ്പ മഞ്ചേശ്വരം, മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി R ഷെട്ടി, AIYF ജില്ലാ പ്രസിഡന്റ് അജിത് MC ലാൽബാഗ്, CPI ജില്ലാ കമ്മിറ്റി അംഗം രാമകൃഷ്ണ കടമ്പാർ, CPI മഞ്ചേശ്വരം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി S രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സപ്തദിന ക്യാമ്പ് സംഘടിപ്പിക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. വെലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ T വിഷ്ണു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കലോത്സവത്തിൽ തന്നെ 10ാം സ്ഥാനം, UP സ്കൂളിന്റെ കാര്യത്തിൽ എടുത്താൽ തന്നെ 10ാം സ്ഥാനത്ത്, കാസർഗോഡ് ജില്ലയിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിദ്യാലയമായി നമുക്ക് മാറാൻ സാധിച്ചു. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഭൗതിക സാഹചര്യത്തിലായാലും അക്കാദമിക കാര്യത്തിലായാലും ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാലയം. അപ്പോൾ ഞാൻ പറയാൻ കാരണം ഈ ഒരു ഭൗതിക സാഹചര്യം ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി ആണ് ഈ ഒരു ഉയർച്ച ഉണ്ടായത്. ഈ ഭൗതിക സാഹചര്യം ഇത്രയും മെച്ചപ്പെട്ടത്. അപ്പോൾ ആ ഭൗതിക സാഹചര്യം നമുക്ക് ക്യാമ്പിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അതിന് പ്രത്യേകം. PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ K ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം ഓഫീസർ TS സന്ദീപ് പദ്ധതി വിശദീകരണം നടത്തി. M സുനിത, ധന്യ അരവിന്ദ്, B പ്രേമ, PV അജയൻ, KV സുനിൽകുമാർ, K ജയശ്രീ എന്നിവർ സംസാരിച്ചു. സീനിയർ അധ്യാപകൻ KV ശശികുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് സീതാംകുളിയിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ കൈഞ്ഞരമ്പ് മുറിച്ചത് ആശങ്കയുയർത്തി. കാസർഗോഡ് ടാറ്റ ആശുപത്രിയുടെ സ്ഥാനത്ത് 1 വർഷത്തിനകം 50 കിടക്കകളുള്ള അതിതീവ്ര പരിചരണ ആശുപത്രി ആരംഭിക്കും. നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന്. NA സുലൈമാൻ ഓർമ്മയായി 1 വർഷം പിന്നിടുന്നു. കാസർഗോഡ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രഥമ NA സുലൈമാൻ പുരസ്കാരം മിന്നുമണിക്ക് സമർപ്പിച്ചു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. മാണി C കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലകളിൽ സംഘപരിവാർ നോമിനികളെ നിയമിക്കാൻ ഗവർണർ നീക്കമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിപണി കണ്ടെത്താനാകുന്നില്ല. ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന പനത്തടി പഞ്ചായത്തിലെ കുടുംബശ്രീ സംരംഭകർ പ്രതിസന്ധിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.